ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഊട്ടിത്തെ വ്ളോഗാണിത്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ കയറേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ പോകണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ മുകളിൽ പോയിട്ട് നോക്കിയതാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയിക്കോട്ടെ നല്ല തണുപ്പുണ്ട്. ഒരു 9 മണി വരെ നല്ല തണുപ്പുണ്ടായിരുന്നു. മനുഷ്യന് തണുപ്പില്ല എന്നല്ല ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി. ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒക്കെ ഞാൻ വയ്യ ഇടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ തൊട്ടപേട്ട വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഞങ്ങൾ ആണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അധികം തണുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്ലൗസും അതേപോലെ കോട്ടും എടുത്തിട്ടില്ലായിരുന്നു. സബിനേട്ടൻ ഓൾറെഡി ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് തണുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇല്ലായിരിക്കും. പക്ഷെ അവിടെ എത്തിയപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അവസാനം അവിടെ നിന്ന് ഞാൻ ഓൾറെഡി തൊപ്പി വെച്ചിട്ടാണ് വന്നത്. എന്നാൽ ചെവി ചെറുതായിട്ട് അടഞ്ഞ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്തോ ഭാഗ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം തൊപ്പിയും ഗ്ലൗസും ഒക്കെ കരുതിയിട്ടാണ് വന്നത്. തലേദിവസം റീലൊക്കെ കാണുമ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എടുക്കാൻ വിട്ടുപോയി. നമ്മൾ തൊട്ടപേട്ട പീക്ക് വ്യൂ. അപ്പം ഇവിടെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ ഏകദേശം എല്ലാ വ്യൂ പോയിന്റും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെയുള്ള ഏകദേശം 360 ഡിഗ്രി ഉള്ള എല്ലാ വ്യൂ പോയിന്റും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. അമ്മ പോയി അമ്മയുടെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ വന്നപാട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഇത് ഞാൻ തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതിൻ്റെ താഴെ പിന്നെ കാണുമെന്നറിയില്ല. താഴെ മൊത്തം ഇതാണ്. फोटो क्लियर आएगा। ഇന്നലെ ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ ഇത് കണ്ടിട്ടായിരുന്നു പോയത്. അപ്പോഴത്തേക്ക് സമയം ട്രെയിന് പോയി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ ഈ ട്രെയിനിനെ കാണാം. 5:15 ലാസ്റ്റ് ട്രെയിൻ. നമ്മളവിടെ 5:30 കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തങ്ങ് പോന്നു. രണ്ടെണ്ണത്തിനാ? ഇതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. എന്താ വെച്ചാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ആളുണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 9:30ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കാറ് വെച്ച സ്ഥലം അങ്ങോട്ട് നമ്മൾ മുമ്പിലൊക്കെ ഒരു 10-15 കാർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുക്കാൻ. അപ്പം നമ്മൾ അതിലേ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ആ സൈഡിലൊക്കെ ആനേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ആ റൂമിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അത് കഴിഞ്ഞ് വിരുന്ന് വരത്തിൽ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ തൊട്ടപ്പേട്ട വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് മറ്റേ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് 2-3 പീസ് ചോക്ലേറ്റൊക്കെ തന്നത് കൊണ്ട് നമ്മൾ അതായത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വിശപ്പില്ലായിരുന്നു. നമ്മൾ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു സ്ഥലത്ത് കയറി. അവിടെ നിന്ന് ഏകദേശം അവിടെ കുറച്ച് കാണാനുണ്ടായിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 1-1.5 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയും കയറി തയ്യാറാകുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ രാവിലെ. അപ്പോൾ അതുവരെ ഈ വിശപ്പ് നമുക്കില്ലായിരുന്നു. രാവിലത്തെ ചോക്ലേറ്റ് കഴിച്ചത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഏകദേശം ഒരു 12:30-1 മണി ആവാനായിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ എന്തായാലും ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ ഏകദേശം സമയമാവും. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനം ചോക്ലേറ്റും കോഫിപ്പൊടിയും അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സബിനേട്ടൻ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കല്യാണത്തിന് മുന്നേ ഫ്രണ്ട്സിനോട് ഇവിടെ വന്നിട്ടുണ്ട് ഊട്ടിയിൽ. അപ്പോൾ ഒരു ഏകദേശം സ്ഥലങ്ങളൊക്കെ ഓർക്കുന്ന അറിയാം. ₹490 ஆகும். இந்த தொகை അതന്നെ ബോർഡ് എത്രയാണ്? ചുറ്റി ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ. ബാക്കി വെച്ച് നോക്ക്. പക്ഷെ ശരിക്ക് ഒന്നെ കാണിച്ചു. അതെ ഇതിലെയാ അങ്ങോട്ട് വയ്ക്കാം. ഇത് ഇവിടെ നിന്ന് മെയിൻ സ്പോട്ട് വരുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ചെടികളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എന്നോട് വിട്ടുപോയി. ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞ് ഈ വീഡിയോ എടുത്തിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൈക്കര വാട്ടർഫോൾസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാനൊക്കെ ഉണ്ട്. സബിരേട്ട ഓൾറെഡി ഇവിടെ വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ പോവാം, അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനൊക്കെ. അങ്ങനെ നമ്മളങ്ങോട്ടേക്ക് പോയതാണ്. പിന്നെ നമുക്ക് ഇന്ന് തന്നെ തിരിക്കാനുണ്ട്. നമ്മൾ സന്ധ്യ നേരത്തെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന പോക്കിൽ ഫുഡും കഴിച്ചു. നമ്മൾ മലപ്പുറം വഴിയാണ് തിരിച്ച് വന്നത്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് ബൈ.